വരാറുള്ളത് ഇന്നത്തെ കാലാവസ്ഥ എന്നും പറഞ്ഞിട്ടാണ് വരാറുള്ളത്. പക്ഷെ അതൊരു തെറ്റായിട്ടൊരു പദപ്രയോഗമാണ്. കാലാവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം 30 കൊല്ലത്തോളം ഒരു സ്ഥലത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെതർ എന്താണ്, അതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഈ ഒരു 30 കൊല്ലത്തെ ശരാശരി താപനില അല്ലെങ്കിൽ ശരാശരി മഴ, ആ അളവിൽ വരുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ കാലാവസ്ഥ വ്യതിയാനം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെതർ എന്ന് പറയുന്നത് ദിനാവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വെതർ എന്ന് വിളിക്കുന്നത്. അപ്പം ക്ലൈമറ്റ് ഉദ്ദേശിക്കുന്നത് കാലാവസ്ഥ, 30 കൊല്ലത്തെ ശരാശരി ദിനാവസ്ഥയാണ് നമ്മൾ വെതർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എഴുതിയിട്ടുണ്ട് കാലാവസ്ഥ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും ദിനാവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നതുമാണ്. അപ്പം നമുക്ക് കാലാകാലങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാലാവസ്ഥ. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കും ഓക്കെ ജൂൺ ആകുമ്പോഴേക്കും മഴ എത്തും, അല്ലെങ്കിൽ ജൂൺ 1 നമ്മുടെ മഴയുടെ തുടക്കം. ഇപ്പം ജൂൺ 1 ആകുമ്പോഴേക്കും മഴ വരുന്നു, പിന്നെ അത് സെപ്റ്റംബർ അവസാനം ആകുമ്പോഴേക്കും അത് തീരുന്നു, പിന്നെ ഒരു ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും നമ്മുടെ തുലാവർഷം എത്തുന്നു. അതാണ് നമ്മൾ കാലാകാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എപ്പോഴും ജൂൺ 1 മഴ ഉണ്ടാവുന്നത്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, നമ്മള് ദിനാവസ്ഥയാണ് നമ്മൾ അനുഭവിക്കുന്നത്, പക്ഷെ കാലാവസ്ഥ നമ്മൾ ശരാശരി ആയിട്ടുള്ള ഒരു ആകത്തുകയാണ് നമ്മൾ പറയാറുള്ളത്. ഇപ്പൊ ഇതിനുള്ള നല്ലൊരു ഉദാഹരണമാണിത്. 2024 നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വെതർ ഡാറ്റയാണ്. അപ്പൊ നമ്മളിവിടെ റെഡ് ലൈനിൽ കാണുന്നത് നമ്മൾ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഴയുടെ ശരാശരി അളവാണ്. ഞാനെന്ന് പറയുന്ന സമയത്ത് നമുക്ക് അറിയാം സൂര്യൻ നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള ഈ രശ്മികളും കാര്യങ്ങളും വരുന്നത്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റാത്ത രശ്മികളുണ്ട്, അൾട്രാവയലറ്റ് രശ്മികളുണ്ട്, ഇൻഫ്രാറെഡ് രശ്മികളുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള രശ്മികൾ എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ഇത് ഭൂമിയിലേക്ക് പതിക്കുന്ന സമയത്ത് ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അബ്സോർവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഭൂമി എന്നെ ആകർഷിച്ചുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു, സ്വയം ചൂട് കൂട്ടുന്നു. നമുക്ക് തന്നെ അറിയാം, നമ്മള് തീന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതിന് വരുന്ന രശ്മികൾ വെച്ചുകൊണ്ടാണ് നമുക്ക് ആ ചൂട് അനുഭവിക്കാൻ സാധിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ രശ്മികൾ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നത്, തിരിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു തൊട്ടടുത്ത ആളുടെ കയ്യിൽ നിന്ന് പിടിച്ചു നോക്കി അറിയാം, അവിടെ ചൂട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഏതൊരു ഒബ്ജക്റ്റിനും അല്ലെങ്കിൽ ഏതൊരു വസ്തുവിനും അതിൻ്റെതായിട്ടുള്ള ചൂട് പുറത്തേക്ക് വിടാനുള്ള കഴിവുണ്ട്. ഇപ്പൊ ഭൂമി പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ചൂട് പുറത്തേക്ക് വിടുന്നുണ്ട്. ഈ ഭൂമി പുറത്തേക്ക് പോകുന്ന ചൂട് എന്ത് ചെയ്യണം, നമ്മൾ അന്തരീക്ഷത്തിലൂടെ കടന്ന് അത് ശൂന്യാകാശത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. പക്ഷെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹരിതഗ്രഹവാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്ന കുറച്ച് ഗ്യാസസ് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേന്, നൈട്രസ് ഓക്സൈഡ്, പിന്നെ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്, അങ്ങനെയുള്ള കുറച്ച് വാതകങ്ങൾ. ഈ വാതകങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭൂമി പുറത്തേക്ക് വിടുന്ന ചൂടിനെ എന്ത് ചെയ്യുന്നു, അത് പിടിച്ചു നിർത്തിയിട്ട് വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് അയക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഭൂമിയുടെ താപനില എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യപ്പെടുന്നത്. ഇപ്പം ഈ ഹരിതഗ്രഹ വാതകങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥമായിട്ടും ഈ കാലാവസ്ഥ വ്യതിയാനം നമ്മൾ കാലാകാലങ്ങൾ അനുഭവിച്ചുകൊണ്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ അറിയാം സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട്, അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും വരാം. അങ്ങനെ ക്ലൈമറ്റിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ സീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ സൂര്യന് ചുറ്റും നമ്മുടെ ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ്. അപ്പൊ അതൊരു ഇതാണ്. പിന്നെ അടുത്താണ് സൗരപ്രവർത്തനം അല്ലെങ്കിൽ സോളാർ ഫ്ലെയർസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പ്രവർത്തനം ചെറുതിൽ ബാധിക്കാം. പിന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങള്, പിന്നെ ഭൂമിയുടെ പ്രതിഫലന ശേഷി. അടുത്തതാണ് ഈ പ്രതിഫലന ശേഷി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. പ്രതിഫലനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞായിരുന്നു, സൂര്യൻ എന്ന് പോലെ രശ്മികൾ വരുന്നുണ്ട്. അത് നമ്മുടെ കണ്ണാടി പോലെ നമ്മുടെ ഭൂമിയുടെ പ്രതലം ആക്ട് ചെയ്യുവാണെങ്കിൽ കുറെ രശ്മികൾ അപ്പൊ തന്നെ അത് റിഫ്ലക്ട് ചെയ്യപ്പെട്ട് പോകും. അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് സർഫസുകൾ അല്ലെങ്കിൽ വെള്ള രീതിയിലുള്ള സർഫസുകൾ, അതുപോലെ മഞ്ഞ്, അതൊക്കെ ആണെങ്കിൽ നമുക്ക് മഞ്ഞിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞിലേക്ക് നോക്കാൻ പറ്റത്തില്ല പല ഘട്ടത്തിൽ. കാരണം രശ്മികൾ എല്ലാം റിഫ്ലക്ട് ചെയ്ത് പോകണം. അപ്പൊ അതേ സൂര്യന് വരുന്ന അതേ രശ്മികൾ നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് കണ്ണിനെ മഞ്ഞളിച്ച് പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പൊ അങ്ങനെ വെള്ള പതനങ്ങൾ അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് പതനങ്ങൾ കൂടുതലും പ്രതിഫലിപ്പിക്കും. അപ്പൊ ആ ഭാഗങ്ങളിൽ ഈ ഒരു നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസുകളിലേക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ചൂടും കാര്യങ്ങളും അവിടെ എത്തുകയില്ല. അപ്പൊ അങ്ങനെ ഈ പ്രതിഫലന ശേഷി വളരെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എങ്ങനെയാണ് ബാധിക്കുന്നത് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം അന്റാർട്ടിക്കയിലെ മഞ്ഞൊരുകുന്നു, ഹിമാലയത്തിലെ മഞ്ഞൊരുകുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ മഞ്ഞൊരുകുന്ന സമയത്ത് ഈ പ്രതിഫലന ശേഷി എന്ത് ചെയ്യുന്നു, മെല്ലെ 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 നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും, ഭൂമിയുടെ പ്രതലം തന്നെ ഈ ചൂടൊക്കെ പിടിച്ചു വെക്കുന്നു. ആ ചൂട് എന്ത് ചെയ്യുന്നു, മെല്ലെ വീണ്ടും ആഗോള താപനത്തിലേക്ക് ഒരു കാരണമായിട്ട് വരും.
അതിന് നമ്മൾ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് വിളിക്കുക. അതൊരു സൈക്കിൾ പോലെ മൂവ് ഓൺ ചെയ്യും. അപ്പം ഐസ് കുറയുന്നു, ചൂട് കൂടുതൽ പിടിച്ചു വെക്കുന്നു, കൂടുതൽ വാമിങ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കൂടുതൽ ചൂട് കൂടുന്നു, കൂടുതൽ ഐസ് വീണ്ടും മെൽറ്റ് ആവുന്നു. അപ്പൊ അതങ്ങനെ ഒരു ചക്രം പോലെ അത് കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് അത് മാറി വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ മാനവ സൃഷ്ടി. അതാണ് നമ്മൾ പറഞ്ഞ ഫോസിൽ ഇന്ധനങ്ങൾ, നമ്മുടെ പെട്രോള്, ഡീസല്, കൽക്കരി, അതൊക്കെ കത്തിക്കുന്നതോട് എന്ത് സംഭവിക്കുന്നു? കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നു. വനനശീകരണം, നമ്മൾ എന്ത് ചെയ്യുന്നു? കാടുകൾ വെട്ടിത്തെളിപ്പിക്കുന്നു. കാടുകളാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ വലിച്ചെടുത്തുകൊണ്ട് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെ അതിനെ നമ്മൾ അന്തരീക്ഷത്തിൽ റിമൂവ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ കാടുകൾ വെട്ടിത്തെളിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതകൾ. പിന്നെ നമ്മുടെ ഉപയോഗം, ഭൂമി എങ്ങനെ വിനിയോഗിക്കുന്നു. പല ചതുപ്പ് നിലങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഓക്കെ ചതുപ്പാണ്, നമുക്ക് അതിനെ വെടിപ്പാക്കിയിട്ട് നമുക്ക് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ പണിയാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു. പക്ഷെ വെറ്റ്ലാൻഡ്സ് അല്ലെങ്കിൽ ഈ ചതുപ്പ് നിലങ്ങളൊക്കെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചു വെക്കാൻ പറ്റാവുന്ന നല്ല രീതിയിലുള്ള ഒരു ഭൂമി മേഖലയാണ്. അതുപോലെ തന്നെ കൃഷി മൃഗ സംരക്ഷണവും അടുത്തതാണ്. നമ്മുടെ കൃഷിയിൽ നിന്നൊന്ന് സംഭവിക്കുന്നത് നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള മീത്തൈൻ പോലെയുള്ള ഗ്യാസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കൃഷിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഈ പറഞ്ഞ ഹരിതഗാസ് മാത്രമല്ലാത്ത നമ്മൾ അതിനെ പല രീതിയിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തൈൻ, നൈട്രസ് ഓക്സൈഡിന്റെ കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ടേബിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ പാർട്ട് കാർബൺ ഡൈ ഓക്സൈഡ്